ഇതിപ്പോ മകനെയാണോ വിളിക്കുന്നത്? അപ്പോ കൂട്ടത്തിലുള്ള ആളാണ്. നിങ്ങൾ അവരെ കണ്ടോ? ഒന്ന് ലൗഡ് ഇടാവോ ചേട്ടാ? ഒന്ന് ഓ നടക്കണ പ്രശ്നമുണ്ടോ? നടക്കണ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർക്ക്? അവർക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ ഫയർഫോഴ്സുകാരും കൂടെ ഉണ്ട്. അവര് കാണാൻ പേര് അവർ കണ്ടോ ഫയർഫോഴ്സിനെ? അവരൊക്കെ വന്നു. അവരൊക്കെ എല്ലാരും ആയില്ലേ? ചേട്ടാ ഒന്ന് സംസാരിച്ചോട്ടെ. ചേട്ടാ നമ്മള് കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? കൂട്ടത്തിലുള്ളത് അങ്ങ് പുറകിലാണല്ലോ. മായയോ അല്ലെങ്കിൽ പാർക്കുട്ടിയോ ഡാർലിയോ ഉണ്ടോ? അടുത്തുണ്ടോ? ഞങ്ങളൊരു ഫയർഫോഴ്സുകാരൊക്കെ എല്ലാം ഉണ്ട് കൂടെ. അപ്പൊ അത് എല്ലാവരും ഉണ്ട്. അവര് സുരക്ഷിതരാണല്ലേ? സുരക്ഷിതമാണ്, ഒരു കുഴപ്പമില്ല. ഞങ്ങളൊരു അരമണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തും. എങ്ങനെയായിരുന്നു ഇവരെ കണ്ടെത്തിയത്? നിങ്ങൾ കാടിനകത്ത് തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു അല്ലേ? നിങ്ങൾ കാടിനകത്ത് തന്നെ തുടരുമായിരുന്നു ഇന്നലെ? അവരൊരു ആനയ്ക്ക് കുഴി തേടുന്നത് ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള കുഴിയുടെ അടുത്ത ആ ലൊക്കേഷനിൽ ഉണ്ടെന്ന് ഇവര് പറഞ്ഞേ. ഇന്നലെ ആ സമയത്ത് നമ്മൾ അവിടെ ചെന്നു. പക്ഷെ അവർ അന്നേരം ചെല്ലുമ്പോ അവിടെ ആനയായിരുന്നു. അപ്പൊ ആന കാരണം അവര് വഴി മാറിപ്പോയി. പിന്നെ അങ്ങോട്ട് അവർക്ക് പോകണ്ടേന്നുള്ളൊരു ഡയറക്ഷൻ കിട്ടിയില്ല. അങ്ങനെ അവര് വഴി തെറ്റി പോയിട്ട് ഈ അറക്കമുത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മുകളിലേക്ക് കയറിപ്പോയി. അവിടെ ഒരു പാറപ്പുറത്ത് കയറിയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി അവരെ പറഞ്ഞ ലൊക്കേഷൻ അതായതുകൊണ്ട് നമ്മൾ ഒന്നോടെ അവിടെ തന്നെ നോക്കാന്ന് ഓർത്തു. ഇവിടെ വഴി അറിയാവുന്ന രണ്ട് ചേട്ടന്മാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അവിടെ തന്നെ ഒന്നോടെ നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വരാമെന്നുള്ള കണ്ടീഷനിലാണ് പോയി. അപ്പം ചെന്നപ്പോ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അവര് പാറപ്പുറത്ത് നിന്ന് പോയി. ഞങ്ങള് കണ്ടു, അവരിറങ്ങി വന്നു. ഞങ്ങളുടെ കൂടെ അവർക്ക് വേറെ ഒരു പ്രശ്നമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ നേരിൽ കാണുകയായിരുന്നോ? ഫോണിൽ വിളിച്ചാണോ ഇവരെ? അത് നേരിൽ തന്നെ കാണുകയായിരുന്നു? കാണുകയായിരുന്നു. പേടിച്ചിരുന്നോ അവര്? രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ആനക്കൂട്ടത്തിനിടയിൽ നിൽക്കേണ്ടി വന്നപ്പോ? അത് ഉണ്ടാവൂലോ, ഇത്രയും ഉൾക്കാട്ടിൽ പോയിരിക്കുന്നതിന്റെ ഒരു പേടി അവർക്ക് ഉണ്ടായിരുന്നു. ഷുഗർ ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ നടന്നു വരാൻ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അവർക്ക്? ഇല്ല, ചേച്ചിക്ക് കുഴപ്പമില്ല. ഞങ്ങൾ വെള്ളവും അവരുടെ കയ്യിൽ തന്നെ ഒരു ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരതൊന്നും വേണ്ടിയിരുന്നില്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞവര്. ഞങ്ങൾ വെള്ളം കൊടുത്തു, വെള്ളം കഴിച്ചു. പിന്നെ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെയാണ്. ഞങ്ങളിവിടെ നടന്നത്. ഞങ്ങൾ പറഞ്ഞു എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വണ്ടി വരുത്തണമെങ്കിൽ വരുത്താന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അതൊരു പ്രശ്നമില്ല. അവര് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ നടന്നോളാം, ഒരു കുഴപ്പമില്ല. ഏകദേശം എവിടെ വരെ എത്തി? അടുത്തെത്താറായോ? ഞങ്ങള് എനിക്ക് അങ്ങനെ പറ്റിയ സ്ഥലമല്ല. ഏകദേശം ഒരു പകുതി സ്ഥലം വഴി ആയിട്ടുണ്ട്. കാടിന്റെ ഏതാണ്ട് ഉൾഭാഗത്തേക്ക് തന്നെയായിരുന്നു. നെടിവാറ കഴിഞ്ഞോ സാബു? നെടിവാറ കഴിഞ്ഞോ? നെടിവാറ കഴിഞ്ഞില്ല, നെടിവാറയ്ക്ക് എത്ര ഉള്ളൂ. അതെയോ? എത്ര ഉള്ളൂ? മങ്കുത്ത് മങ്കുത്ത് അപ്പൊ നല്ല ഉള്ളിലേക്കാണല്ലേ? എത്ര സമയം എടുക്കും കേട്ടോ ഇവിടെ? ഇനി എത്ര സമയം എടുക്കും? 1.5 മണിക്കൂർ എടുക്കും. അരമണിക്കൂർ പതുക്കെ വന്നെങ്കിൽ 1 മണിക്കൂർ. ഫയർഫോഴ്സിന്റെ ഒക്കെ ഉദ്യോഗസ്ഥരുണ്ടോ കൂടെ? ഫയർഫോഴ്സ് ഉണ്ട്. ഫോറസ്റ്റുകാർ ഇവിടെ അടുത്ത് ഇവിടെ നെടിവാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഫോറസ്റ്റുകാർ അവിടുന്ന് അവര് കയറി വന്നായിരുന്നു. അപ്പൊ അവർക്ക് അങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമല്ലേ. അപ്പൊ അത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും കാടിന്റെ അകത്ത് തന്നെ ആയിരുന്നല്ലോ രാത്രി. അപ്പൊ ആനയുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നോ? ആന ഉണ്ടായിരുന്നു. ഇപ്പൊ ചെല്ലുമ്പോൾ തന്നെ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ആനയായിരുന്നു. അത് ഇവിടെ ഈ കാടല്ലേ, ആന ഉണ്ടാവും. ഒരു ആന എപ്പോഴും ഉള്ള. ഇന്നലെ രാത്രിയൊക്കെ പോകുമ്പോഴും ഉള്ള ആനയായിരുന്നു. നിങ്ങൾ അവരെ കണ്ടെത്തിയിട്ടേ വരുള്ളൂ എന്ന് ഉറപ്പിച്ച് തന്നെ കാടിന്റെ അകത്ത് തുടരുമായിരുന്നു അല്ലേ? നമ്മുടെ അയലക്കത്തുള്ള ചേച്ചിമാരല്ലേ, അപ്പൊ അവർക്ക് അവര് പറഞ്ഞ ഡയറക്ഷനിൽ തന്നെ അവര് പിന്നെ അത്ര ആനയുള്ളിടത്തായതുകൊണ്ട് എന്താ പറയണ, പിന്നെ നമ്മൾ നേരം വിളിക്കുമ്പോ അവര് നമ്മുടെ ഫോൺ കേൾക്കും. അപ്പൊ ഇങ്ങോട്ട് പ്രതികരിക്കുന്നൊക്കെ പ്രതീക്ഷയായിരുന്നു. പക്ഷെ അവര് ഇത്ര നേരമായിട്ടും പ്രതികരിച്ചില്ല. പക്ഷെ നേരെ അവരുടെ അടുത്ത് ചെന്നെത്താൻ പറ്റി. 3 പേരും സുരക്ഷിതരാണ്. ഉടനെ തന്നെ തിരികെ ഇങ്ങോട്ട് എത്തുമല്ലേ? ഓക്കെ ശരി. ഈ സാബു ആണ് ഇപ്പൊ സംസാരിച്ചത്. അതായത് ഈ കൂട്ടത്തിൽ പോയ ഒരാളാണ്, തെരച്ചിലിനായി കൂട്ടത്തിൽ പോയ സാബു ആണ് സംസാരിച്ചത്. അവർ